ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മലയാളത്തിലിപ്പോൾ റിലീസുകളുടെ ചാകരയാണ്. ആ കൂട്ടത്തിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഏവർക്കും കൊതിയുള്ള ഒരു നടൻ്റെ സിനിമ കൂടി വരുന്നു. മീൻ എന്ന സിനിമ 1980കളിൽ ഇറങ്ങിയ ജയൻ്റെ സിനിമ റിലീസിനെത്തുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത. നമുക്കറിയാം, ഏത് ഒരു നടന് കിട്ടുന്നതിനേക്കാൾ മുകളിലുള്ള വാല്യൂ ആണ് ശ്രീ ജയന് മലയാളം നൽകിയിട്ടുള്ളത്. അദ്ദേഹം നമ്മളെ വിട വാങ്ങിയിട്ട് വർഷം 40-ന് മുകളിൽ കടക്കുമ്പോഴും ഇന്നും അദ്ദേഹത്തിന് കടുത്ത രീതിയിൽ ആരാധിക്കുന്ന ജനതയാണ് മലയാളത്തിലുള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പോലും തിയേറ്ററിൽ കാണാത്തവർ പോലും അദ്ദേഹത്തോട് അത്രത്തോളം ആരാധനയാണ്. 44 വർഷങ്ങൾക്ക് ശേഷം ജയൻ നായകനായി എത്തിയ മീൻ എന്ന സിനിമ റിലീസിനെത്തുകയാണ്. എന്താണേലും ഈ 44 വർഷത്തിന് ശേഷം ഈ സിനിമ എത്തുമ്പോൾ അന്നത്തെ കാലത്തേക്ക് കടക്കുകയാണെങ്കിൽ ടി ദാമോദരൻ മാഷാണ് ഈ സിനിമയുടെ കഥ എഴുതിയത്. IB ശശിയുടെ സംവിധാനത്തിൽ വന്ന ഈ ഒരു ചിത്രം ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായിരുന്നു. 100 ദിനങ്ങൾക്ക് മുകളിൽ ഓടിയ ചിത്രമാണ്. ജയൻ മാത്രമല്ല, മധു, സീമ, ശ്രീവിദ്യ, അടൂർ ബാസി, ജോസ്, ശങ്കരാടി, ശുഭ, അംബിക, ബാലൻ കെ നായർ, മീന തുടങ്ങിയവരെല്ലാം പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ഒരു സിനിമ ഇപ്പോൾ 5.1 ഡോൾബി അറ്റ്മോസിൽ 2K വിഷ്വൽസോടെ 4K ആയിട്ട് വരുമ്പോൾ ഒരു കാര്യം നമുക്ക് കാര്യങ്ങൾ പറയാം. നമ്മളെ ഏറ്റവും കാത്തിരുന്ന ഒരു സിനിമയായി മാറുന്നു. 2025-ലായിരിക്കും സിനിമയുടെ റിലീസ് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഒരുപക്ഷെ അതൊരു കാത്തിരിപ്പ് വലിയ ഒരു മനസ്സിനകത്തുള്ളൊരു പ്രശ്നമുണ്ടാക്കുന്നു. കാരണം എത്രയും പെട്ടെന്ന് ഓരോ ജയൻ ആരാധകനും കാണാൻ കൊതിയുള്ള ഒരു സിനിമ തന്നെയാണ്. ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകൾ, കരിമ്പന പോലെയുള്ള സിനിമയൊക്കെ നമുക്ക് കാണാൻ വലിയ ആഗ്രഹമുള്ള ചിത്രങ്ങളിലൊന്ന് തന്നെയാണ്. എന്താണെങ്കിലും മലയാളം ജയന് നൽകുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം, അല്ലെങ്കിൽ അദ്ദേഹം നമ്മളിൽ നിന്ന് വിട വാങ്ങിയിട്ട് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജീവിക്കുന്നു. വേറൊരു താരത്തിനും ലഭിക്കാത്ത ഭാഗ്യം എന്ന് തന്നെ പറയാം. മലയാളികൾക്കും അങ്ങനെ തന്നെയാണ്. അതായത് ഒരുപക്ഷെ അദ്ദേഹം ഇന്നുണ്ടായിരുന്നെങ്കിൽ തമിഴിലെ രജനീകാന്തിൻ്റെയൊക്കെ മുകളിലായിരുന്നേനെയും എന്നുള്ളതിന് നമുക്ക് യാതൊരു സംശയമില്ല. മലയാള സിനിമയിലെ മുടിചൂടാൻ മന്നനായിരുന്നു ജയൻ എന്നുള്ളതിന് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ കോമഡിയിലൂടെ അല്ലെങ്കിൽ മിമിക്രിയിലൂടെ അദ്ദേഹത്തെ ആളുകൾ റെപ്രസെൻ്റ് ചെയ്തെങ്കിൽ പിന്നീട് കഥ മാറുന്ന കണ്ടു. പിന്നീട് അദ്ദേഹം മലയാളത്തിൻ്റെ ഏറ്റവും വലിയ നടനായി മാറുന്ന ഒരു കാര്യം. ഈ സിനിമ തമിഴിൽ കടൽ മീങ്കൽ എന്ന പേരിൽ കമലഹാസൻ റീമേക്കിലൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ആരൊക്കെയാണ്? ജയൻ്റെ കടുത്ത ആരാധകരുണ്ടെങ്കിൽ ഇടിച്ചു കയറി വാ, നമുക്ക് തകർക്കണം. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും നമ്മൾ കാത്തിരിക്കുകയാണ്. അതേപോലെ ഉള്ള ഒരുപാട് സിനിമകൾ നമുക്കറിയാം. വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ മാത്രമാണ് അദ്ദേഹം സിനിമയിലുണ്ടായിരുന്നെങ്കിൽ, പക്ഷേ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം അതൊരു നൂറ്റാണ്ടിൻ്റെ തന്നെ വലിയ സംഭവമായി മാറ്റി എന്നാണ് എടുത്തു പറയാനുള്ള കാര്യം. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനിയും വരട്ടെ റിലീസുകൾ. ഒരുപക്ഷെ സിനിമ ഒരുപാട് മാറിയിട്ടുണ്ടാകാം, ഒരുപാട് വ്യത്യസ്തത വന്നിട്ടുണ്ടാകാം. 80കളിൽ വെച്ച് വരുമ്പോൾ ഉണ്ടാകാം എന്നല്ല, ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും ജയനെ അഭ്രപാളികളിൽ കാണാൻ നമ്മൾ കൊതിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.